ഹോർമൂസ് കടലിടുക്കിൽ ഒരു ഈച്ച അനങ്ങാൻ സമ്മതിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം പ്രാവർത്തികമായി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനെ ലക്ഷ്യം വെച്ച് നീങ്ങിയ അമേരിക്കൻ പടക്കപ്പൽ ലക്ഷ്യസ്ഥാനം കൈവരിക്കുന്നതിന് മുൻപേ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ ചാരമാക്കിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ ഡിസ്ട്രോയറിന് നേരെയാണ് ഇറാൻ മാരകശേഷിയുള്ള മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇറാന്റെ ഔദ്യോഗിക അതിർത്തികളിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെ തുറന്ന കടലിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായെന്നാണ് വിവരം. ഗദർ 380, തലയെ എന്നീ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെട്ടു. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗദർ മിസൈലുകൾ പടക്കപ്പലിൽ പതിച്ചതോടെ കപ്പലിലും സമീപത്തെ ടാങ്കറിലും വൻ തീപിടുത്തമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടന്നുകയറ്റങ്ങൾക്കുള്ള മറുപടിയായി ട്രൂ പ്രോമിസ് 4 എന്ന പേരിലാണ് ഇറാൻ ഈ സൈനിക നീക്കം നടത്തിയത്. അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണെയും തങ്ങൾ ലക്ഷ്യം വെച്ചതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ 10ലധികം എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് കടന്നുപോയ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ സൈന്യം വെടിവെപ്പ് നടത്തിയത്. ഇതോടെ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധമേഖലയായി മാറിയിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായി ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ 11 യുദ്ധക്കപ്പലുകളെ അമേരിക്ക തകർത്തതായും വാർത്തകൾ വരുന്നുണ്ട്. ഒരു കാലത്ത് ഇറാന്റെ വലിയ നാവിക സാന്നിധ്യം ഉണ്ടായിരുന്ന ഈ മേഖലയിൽ ഇപ്പോൾ അവരുടെ കപ്പലുകൾ ഒന്നുമില്ലെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എണ്ണവില കുതിച്ചുയരാനും ആഗോള വിപണിയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാനും ഈ നാവിക യുദ്ധം കാരണമായിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകളെ ഇറാൻ ലക്ഷ്യം വെച്ചേക്കാം എന്ന മുന്നറിയിപ്പുകളും വരുന്നുണ്ട്. ബഹ്റൈനിലെ അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന ഹോട്ടലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ക്രൗൺ പ്ലാസ മനാമ ഹോട്ടലിൽ തങ്ങിയിരുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചാണ് ഈ ഡ്രോൺ പതിച്ചത്. സൈനിക താവളങ്ങൾക്കപ്പുറം സിവിലിയൻ മേഖലകളിലേക്കും യുദ്ധം വ്യാപിക്കുന്നത് വലിയ ഭീതിയാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുന്നത്. കുവൈറ്റിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ 200ലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ ഒരേ സമയം ആക്രമണം അഴിച്ചുവിട്ടു. ഇത് സൈനിക താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നു. സാഹചര്യം അതീവ ഗുരുതരമായതോടെ ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാരോട് ഉടൻ രാജ്യം വിടാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തര നിർദ്ദേശം നൽകി കഴിഞ്ഞു. കരയിലൂടെയോ കടലിലൂടെയോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്നും സൂചനയുണ്ട്. അമേരിക്കയുമായി ഇനി യാതൊരുവിധ ചർച്ചകൾക്കുമില്ലെന്ന് ഇറാന്റെ സുരക്ഷാ തലവൻ അലി ലാരിജാനി വ്യക്തമാക്കി. തങ്ങളെ ആക്രമിച്ചവർക്ക് നരകതുല്യമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഒരു ദീർഘകാല യുദ്ധത്തിന് ഇറാൻ സജ്ജമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ഈ സാഹചര്യം ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടയില്ലാത്ത വിധം വഷളായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ പശ്ചിമേഷ്യയെ മൊത്തം നാശത്തിലേക്ക് നയിക്കുകയാണെന്നും സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ച് ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക പ്രവർത്തിക്കുന്നതെന്നും ലാരിജാനി കുറ്റപ്പെടുത്തി. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണ ഘട്ടമാണിതെന്നും എന്നാൽ ഏതൊരു അധിനിവേശത്തെയും തകർത്തെറിയാനുള്ള കരുത്ത് ഇറാൻ ഉണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ മഹാസമുദ്രം മുതൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വരെ പടർന്നു കിടക്കുന്ന ഈ യുദ്ധമുഖം വരും ദിവസങ്ങളിൽ കൂടുതൽ ഭീകരമാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഈ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരി ലോക സമാധാനത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്.